മഹാദേവ, ഈ ചേങ്കിലയിലെ താളമൊക്കെ ആയിട്ട് ആദ്യമാണോ പാടുന്നത്? ആദ്യമായിട്ടാണ്? ഇതിനു മുമ്പ് പാടിയിട്ടില്ല? എന്ത് തോന്നി അങ്ങനെ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്തപ്പോ? ഇഷ്ടപ്പെട്ടു? ചില വരികളുടെയൊക്കെ അർത്ഥം ചിലപ്പോ മനസ്സിലായില്ല. അപ്പൊ ആരാ ഹെൽപ്പ് ചെയ്യണേ? കുറച്ചൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യും, പറഞ്ഞു തരും. ഇപ്പൊ ഈ വരിയുടെ മീനിങ് ഇതാണ്, ഈ രീതിയിലുള്ള ഭാവം കൊടുക്കണം എന്ന് പറയും അല്ലെ? അപ്പൊ ഈ മഹാദേവന്റെ പാട്ടിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിനോടുള്ള അഭിപ്രായം ചോദിക്കാം. മഹാദേവൻ എൻ്റെ ഈ പ്രായത്തിനൊക്കെ ഇത്ര കുട്ടിയായ ഒരു പയ്യൻ ഇത്ര സംശയമില്ലാണ്ട് കഥകളിപ്പദം ആരംഭിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിനുള്ള ക്രെഡിറ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. പിന്നെ ആശാൻ പറഞ്ഞിട്ടുണ്ടോ ഈ വേഷക്കാരെ നോക്കരുത്, അങ്ങോട്ട് കണ്ണടച്ചുകൊണ്ട് പാടുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഈ പാടിയ സമയം മുഴുവൻ ഈ ഭാഗത്തേക്ക് നോക്കിയല്ല കണ്ണടച്ചുകൊണ്ടാ പാടി? പേടിയാണ്. ഇവർ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോരാ. കഥകളി സംഗീതം എന്ന് പറയുന്നത് കഥകളി ആവാഹനയത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു അംഗം മാത്രമാണ് സംഗീതം എന്ന് പറയുന്നത്. ആ അംഗം കഥകളി അഭിനയിക്കുന്നവരെ നോക്കി വേണം പാടാനായിട്ട്. അവർ കാണിക്കുന്ന മുദ്രയ്ക്ക് അനുസരിച്ച് വേണം കഥകളി പാട്ട് പാടാനായിട്ട്. ഡൺ ഇറ്റ് വെരി വെൽ. അതിമനോഹരമായിട്ട് പാടി. സാറ് പറഞ്ഞ പോലെ കുറച്ച് അങ്ങോട്ട് ശ്രദ്ധിക്കാം. പേടി തോന്നിയോ? അത് വേഷമൊക്കെ കണ്ട് അങ്ങനെയുള്ള രൗദ്ര വേഷങ്ങളൊന്നും ഇല്ല, കത്തി വേഷമോ കരിവേഷമൊന്നും ഇല്ല. എല്ലാം വളരെ സൗമ്യമായിട്ടുള്ള വേഷങ്ങളാണ് മഹാദേവന്റെ മുമ്പിൽ വന്നത്. അതും അത് ഈ പ്രായത്തിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിന്റെ ഒരു ചോദ്യത്തിന്റെ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഹാദേവന്റെ പാട്ടിനകത്ത് ആ ഭാവമുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ ദൈവം മഹാദേവന് കൊടുത്തിട്ടുണ്ട്. കമാസ് എന്ന രാഗത്തിന്റെ എല്ലാ ഭാവവും വെച്ചുകൊണ്ടാണ് മഹാദേവൻ പാടിയത്. പിന്നെ കഥകളി സംഗീതം ആയതുകൊണ്ട് കൈശികി നിഷാദം സനീസ എന്ന് പിടിക്കാൻ പാടില്ല. എന്ന് പാടിയല്ലോ. സനീസ സനിസ നിധ നിധോ മകമനിധ നിപദനീസ അല്ലേ? ചെറിയ പോയിന്റാണത്. മഹാദേവൻ നല്ല കമാസായിരുന്നു. മഹാദേവന്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ ഒരു കാര്യം ഗ്രൂമിങ്ങിൽ പറഞ്ഞിരുന്നു. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് അപ്പം മഹാദേവൻ ഇറേസ് കളയും. പിന്നെ ജന്മത്തത് ചെയ്യുക. രാഗം പാടിയപ്പോൾ മഹാദേവൻ ഈ പാട്ടിൽ ആദ്യം രാഗം പാടി കേൾപ്പിച്ചപ്പോൾ അത് എന്ന് പാടി മഹാദേവൻ. എന്ന് തദരിന പാടി. അപ്പൊ ഞാൻ പറയും ഇത് ഒഴിവാക്കാം. കഥകളി സംഗീതത്തില് അകാരം പാടിയാൽ മതി, മറ്റേത് നമുക്കൊരു ധ്വനി മാറും എന്ന് പറഞ്ഞതേ ഉള്ളൂ. മഹാദേവൻ ഇവിടെ വന്നപ്പോ അത് അകാരമായി പാടി. പിന്നെ കഞ്ചഭവ എന്ത് സംഗതിയെ പാടിയത്? അസാധ്യ ഒരു സംഗതി, മനസ്സിൽ കയറുന്ന സംഗതി, ഇടിവെട്ട് സംഗതിയെ പാടിയത്. പ്രായമായ പലർക്കും പറ്റാത്ത കാര്യമാണത്. അതൊന്നുകൂടെ കേക്കട്ടെ. അസാധ്യം. അതാണ് കമാസ്. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ സർ I will give you 9 marks. 9.5. പത്തിൽ 10 മാർക്ക്. രാഗരത്നം അവതരിപ്പിക്കുന്ന കഥകളി ഉപാധ്യായത്തിൽ ഓരോ മത്സരാർത്ഥിക്കും 100 മാർക്ക് വീതം നേടാവുന്നതാണ്. 30 മാർക്ക് വിധികർത്താക്കളും 70 മാർക്ക് SMS-ലൂടെ ആസ്വാദകരും നിർണയിക്കുന്നു. സെന്റ് ആന SMS സേവിച്ചാൽ